നാടിനെ നടുക്കിയ പെരിന്തൽമണ്ണ കവർച്ച. ഊർജിതമായ അന്വേഷണത്തിലൂടെയാണ് അതിവേഗം പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. 5 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അത് കൂടാതെയും ഇതിൻ്റെ പ്ലാനിങ്ങിനകത്തും ഗൂഢാലോചനയിലും എല്ലാം അംഗങ്ങളായിട്ടുള്ള മറ്റ് എല്ലാവരും കൂടിയിട്ട് 13 വ്യക്തികളാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ്റെ പുറകിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1 വർഷം നീണ്ട ആസൂത്രണമാണ് പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചയ്ക്കായി പ്രതികൾ നടത്തിയത്. വ്യാപാരികളായ സഹോദരങ്ങൾ യൂസഫിനെയും ഷാനവാസിനെയും നിരീക്ഷിക്കാനായി 2 പേരെ സംഘം നിയോഗിച്ചിരുന്നു. സഹോദരങ്ങൾ കടയടച്ച് മടങ്ങിയ വിവരം കൃത്യമായി ഇവർ കൈമാറി. ഏതാണ്ട് 1.5-2 വർഷം മുമ്പാണ് അവരിത് ഐഡന്റിഫൈ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ അന്ന് കുത്തു തുറക്കാനായിട്ടുള്ള പ്ലാൻ ആയിരുന്നിരിക്കാം. പക്ഷെ കുറച്ചുകൂടിയും എളുപ്പമുള്ള മാർഗം ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഉൾപ്പണവും അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലോ ആയിട്ട് നടക്കുന്നവരെ ഇത് ഏൽപ്പിക്കുകയും ഇൻഫർമേഷൻ കൊടുത്ത് അത്തരത്തിലുള്ള ക്രൈം ഹിസ്റ്ററി ഉള്ളവരാണ് തൃശ്ശൂർകാരെല്ലാവരും തന്നെ. കവർച്ച നടത്തി സ്വർണവുമായി മടങ്ങിയ 4 പേരടങ്ങുന്ന സംഘത്തെ തൊട്ടടുത്ത ദിവസം തൃശ്ശൂരിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. ഇവരിൽ 2 പേരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ആസൂത്രിതമായ കവർച്ചയുടെ ചുരുളഴിയുന്നത്. നഷ്ടമായ സ്വർണത്തിൽ പകുതിയിലധികവും പോലീസ് വീണ്ടെടുത്തു. 17 പ്രതികളിൽ 4 പേർക്ക് കൂടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.